ഇറാനിൽ തുടരുന്ന കനത്ത ആഭ്യന്തര പ്രക്ഷോഭങ്ങളുടെയും സുരക്ഷാ ഭീഷണികളുടെയും പശ്ചാത്തലത്തിൽ പൗരന്മാർക്ക് കർശന മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇറാനിലുള്ള US പൗരന്മാർ രാജ്യം ഉടൻ വിടണമെന്നും മടങ്ങാനായി US സർക്കാരിന്റെ സഹായം പ്രതീക്ഷിക്കരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. രാജ്യത്തെ പ്രക്ഷോഭങ്ങളും യാത്രാ തടസ്സങ്ങളും രൂക്ഷമായ സാഹചര്യത്തിൽ വെർച്വൽ US എംബസിയാണ് ഈ സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ചു വരുന്നതും ആശയവിനിമയ സംവിധാനങ്ങളിലെ നിയന്ത്രണങ്ങളും യാത്രാ തടസ്സങ്ങളും സുരക്ഷിതമായി തുടരുന്നത് പ്രയാസകരമാക്കിയേക്കാമെന്നും അമേരിക്കൻ പൗരന്മാരോട് നിർദ്ദേശിച്ചു. അതേസമയം മേഖലയിൽ സംഘർഷം നിലനിൽക്കെ തന്നെ നയതന്ത്ര ചർച്ചകൾക്കും വഴി തുറക്കുന്നുണ്ട്. ഒമാൻ സമയം രാവിലെ 10 മണിക്ക് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ US ഇറാൻ ആണവ ചർച്ചകൾ ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തുന്നത്. സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കുമ്പോഴും നയതന്ത്ര ചർച്ചകൾ ഇരു രാജ്യങ്ങളും പരിഗണിക്കുന്നു എന്നതിന്റെ സൂചനയാണിതെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നുണ്ട്. ഇറാൻ ഉടൻ വിടുക, US സർക്കാരിന്റെ സഹായം ആശ്രയിക്കാതെ തന്നെ ഇറാൻ വിടാനുള്ള പദ്ധതി തയ്യാറാക്കുക എന്ന് പുതിയ യാത്രാ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഔദ്യോഗികമായ ഒഴിപ്പിക്കൽ നടപടികൾക്ക് പരിമിതികളുണ്ടെന്ന് ബോധ്യമുള്ളതിനാൽ പൗരന്മാർ സ്വന്തം നിലയ്ക്ക് മടങ്ങാനുള്ള സംവിധാനം ഒരുക്കണമെന്നും US നിർദ്ദേശിച്ചു. ഇറാനിലുടനീളം തുടരുന്ന പ്രതിഷേധങ്ങൾ കാരണം കനത്ത സുരക്ഷാ നടപടികളാണ് ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. റോഡുകൾ അടച്ചതും പൊതുഗതാഗതം തടസ്സപ്പെട്ടതും ഇന്റർനെറ്റ് വിച്ഛേദിച്ചതും മൊബൈൽ ലാൻഡ് ലൈൻ നെറ്റ്വർക്കുകൾ തടസ്സപ്പെടുത്തിയതും പൗരന്മാരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. വിമാന കമ്പനികൾ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നത് യാത്രക്കാർക്ക് കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു. സുരക്ഷിതമാണെങ്കിൽ തുർക്കിയിലേക്കോ അർമേനിയയിലേക്കോ കരമാർഗം മടങ്ങുന്ന കാര്യം പൗരന്മാർ ആലോചിക്കണം. ഉടനടി മടങ്ങാൻ കഴിയാത്തവർ വീടുകളോ സുരക്ഷിതമായ മറ്റ് കെട്ടിടങ്ങളോ കണ്ടെത്തി അവിടെ കഴിയണമെന്നും ആവശ്യത്തിന് ഭക്ഷണം, വെള്ളം, മരുന്ന് എന്നിവ കരുതണമെന്നും അധികൃതർ അറിയിച്ചു. ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് തുടരാൻ സാധ്യതയുള്ളതിനാൽ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്താൻ ബദൽ മാർഗങ്ങൾ കണ്ടെത്തണമെന്നും നിർദ്ദേശമുണ്ട്. US ഇറാൻ ഇരട്ട പൗരത്വമുള്ളവർക്ക് ഇറാനിയൻ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നും US മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ ഇരട്ട പൗരത്വം അംഗീകരിക്കാത്തതിനാൽ ഇവർ ഇറാനിയൻ പാസ്പോർട്ടിൽ തന്നെ രാജ്യം വിടേണ്ടി വരും. US പാസ്പോർട്ട് കൈവശം വയ്ക്കുന്നതോ അമേരിക്കയുമായുള്ള ബന്ധം തെളിയിക്കുന്നതോ ആയ കാര്യങ്ങൾ ഇറാനിയൻ അധികൃതർ ചോദ്യം ചെയ്യാനോ തടങ്കലിൽ വയ്ക്കാനോ കാരണമായേക്കാം. നിലവിൽ സാധുവായ പാസ്പോർട്ട് ഇല്ലാത്തവർ ഇറാൻ വിട്ട ശേഷം തൊട്ടടുത്തുള്ള US എംബസിയിൽ നിന്നും പുതിയത് ലഭ്യമാക്കണം. വാഷിംഗ്ടണും ഇറാനും തമ്മിൽ നിലവിൽ നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാത്തതിനാൽ പൗരന്മാരെ സഹായിക്കുന്നതിൽ US സർക്കാരിന് പരിമിതികളുണ്ട്. ടെഹ്റാനിലെ സ്വിസ് എംബസി വഴിയാണ് അമേരിക്കൻ പൗരന്മാരുടെ താൽപര്യങ്ങൾ നിലവിൽ സംരക്ഷിക്കുന്നത്. രാജ്യത്ത് നിലവിലുള്ള പ്രക്ഷോഭങ്ങൾ അവസാനിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ പൗരന്മാർ സ്വന്തം സുരക്ഷയ്ക്കായി മുൻകരുതലുകൾ എടുക്കണം. പ്രതിഷേധ സ്ഥലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും ഫോണുകൾ എപ്പോഴും ചാർജ് ചെയ്തു വയ്ക്കാനും കുടുംബാംഗങ്ങളുമായി ബന്ധം നിലനിർത്താനും US ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.